ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട് വൈത്തിരി എന്ന സ്ഥലത്താണ്. പല സ്ഥലങ്ങളും ഞങ്ങൾ ചുറ്റി കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൂർ പ്രോഗ്രാമോട് സംബന്ധിച്ച പഴയ സഹപാഠികളെല്ലാം കൂടി ഒത്തുകൂടി പല സ്ഥലങ്ങളും കാണാൻ ഉദ്ദേശിക്കുകയാണ്. ഈ അടുത്ത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഹണിയുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ടറിയിലേക്കാണ്. അവിടെ എന്തെല്ലാം സംഗതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ ഒരു സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണി നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഒക്കെ റോ ഹണികളായിട്ടാണ്. റോ ഹണി എന്ന് പറഞ്ഞാൽ ഹണിനകത്ത് വേസ്റ്റുകളുണ്ട്, വാക്സ് ഉണ്ട്, വെള്ളം. ഇതെങ്ങനെ വരും എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. നമുക്കൊരു തേനീച്ചക്കൂട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തേനെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പിഴിയും. ഫാമിലത്തെ മാത്രം നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി പിഴിഞ്ഞെടുക്കാൻ. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തേനീച്ചകൾ പറന്നു പോയാൽ തന്നെ ആ ഹൈവിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ലാർവകളുണ്ട്, എക്സുകളുണ്ട്. അവിടെ ബോഡി വേസ്റ്റുകൾ, കയ്യിലെ വേർപ്പ്, മരത്തിലെ പൊടി, ഇതാണ് തേനിലെ ഇമ്പ്യൂരിറ്റീസ്. പണ്ട് കാലത്ത് പഴമക്കാർ പറയാണ്ട് നമ്മൾ തേൻ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ ക്ലിയർ ആവില്ലായിരുന്നു, അല്ലേ? വയറുറക്കില്ലായിരുന്നോ? കാരണം എന്താ? ആ തേനിനകത്ത്, ആ തേനീച്ചക്കൂടിനകത്തുള്ള വാക്സ്, ആ വാക്സ് കണക്ക് വയറ്റിലെത്തുകയാണ്. അത്ര പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡബിൾ ഫിൽട്രേഷനോട് ക്ലീൻ ചെയ്യുന്നത്. ഡബിൾ ഫിൽറ്റർ എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് തേൻ ചൂടാക്കാൻ പാടില്ല. ഡയറക്റ്റ് ചൂടാക്കാൻ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 60-70 ഡിഗ്രി തേൻ ചൂടായാൽ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെട്ടു, തേനിലെ എൻസൈംസുകൾ നഷ്ടപ്പെട്ട് തേൻ പോയിസൺ ആവാനും സാധ്യത. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 2 ലെയറിലൊരു ടാങ്കാണിത്. ഔട്ടർ ലെയറുണ്ട്, ഇന്നർ ലെയറുണ്ട്. ഈ ഔട്ടർ ലെയർ, ഈ തള്ളിക്കിടന്ന ലെയർ ഫുള്ള് വെള്ളമാണ്. വാട്ടർ ജാക്കറ്റ് എന്നാണ് പറയാം. വെള്ളത്തെ നമ്മൾ സ്റ്റീം ചെയ്യും. ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് ഇന്നർ ലെയറിലെ തേൻ ചൂടാക്കുക. അന്നേരം നടുവിൽ ഇതൊരു സ്റ്റെറാണ്. അത് ഫുൾ ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ചൂട് തേൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും. തേൻ ലൂസായി തേനിലെ വേസ്റ്റ് വാക്സ് ഒക്കെ ടോപ്പിലോട്ട് പൊന്തി വരും. കാരണം ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. ഹണിയിലെ വേസ്റ്റ് വാക്സസ് ഒക്കെ ടോപ്പിലാണ് ഉണ്ടാകുക. താഴെ പ്യുവർ തേനൊക്കെ. ഇത് കുറേയൊക്കെ ഉണ്ട്. മാനുവലായി നമ്മളൊന്ന് കോരിക്കളയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ചേമ്പറിലൂടെയാണ് മാറ്റുമ്പോൾ നടുവിൽ മൈക്രോ ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഒരു ഫിൽറ്ററിലൂടെ കടത്തി വിട്ടോണം സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി എത്താൻ. ബാലൻസ് തന്നെ എല്ലാ മൈക്രോ വേസ്റ്റസും ഫിൽറ്ററിനകത്ത് സ്റ്റോർ ആവും. സെക്കൻഡ് ചേമ്പറിൽ പ്യുവർ തേൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹണിയുടെ ഫിൽട്രേഷൻ കഴിഞ്ഞ്. എന്നാൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫുഡ് സേഫ്റ്റി റൂൾ എല്ലാം ടീച്ചേഴ്സാണ്. ഷാജി മുനീർ എന്നാണ്, ഇവിടെ വയനാട്ടിലാണ്. ഇവിടെ ആദ്യം നമ്മൾ ഹണിയുടെ പ്രോസസ്സിംഗ് ഒന്ന് പരിചയപ്പെടുത്താണ്. എന്തിനാണ് നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് പറയാം. ശേഷം മ്യൂസിയം അകത്തുള്ള അവിടെ നമ്മൾ തേനീച്ചിലെ ജീവിതശൈലികളാണ് നമ്മൾ പരിചയപ്പെടുക. അതിനുശേഷം നമുക്ക് ഒരു 7ഓളം വെറൈറ്റീസ് തേനുകൾ നമുക്ക് ടേസ്റ്റും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഹണി നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഒക്കെ റോ ഹണികളായിട്ടാണ്. റോ ഹണി എന്ന് പറഞ്ഞാൽ ഹണിനകത്ത് വേസ്റ്റുകളുണ്ട്, വാക്സ് ഉണ്ട്, വെള്ളം. ഇതെങ്ങനെ വരും എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. നമുക്കൊരു തേനീച്ചക്കൂട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തേനെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പിഴിയും. ഫാമിലത്തെ മാത്രം നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി പിഴിഞ്ഞാൽ തേനെടുക്കണം. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തേനീച്ചകൾ പറന്നു പോയാൽ തന്നെ ആ ഹൈവിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ലാർവകളുണ്ട്, എക്സുകളുണ്ട്. അവിടെ ബോഡി വേസ്റ്റുകൾ, കയ്യിലെ വേർപ്പ്, മരത്തിലെ പൊടി, ഇതാണ് തേനിലെ ഇമ്പ്യൂരിറ്റീസ്. പണ്ട് കാലത്ത് പഴമക്കാർ പറയുകയാണെങ്കിൽ നമ്മൾ തേൻ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ ക്ലിയർ ആവില്ലായിരുന്നു, അല്ലേ? വയറുറക്കില്ലായിരുന്നോ? കാരണം എന്താ? ആ തേനിനകത്തിൽ, ആ തേനീച്ചക്കൂടിനകത്തുള്ള വാക്സ്, ആ വാക്സ് കണക്ക് വയറ്റിലെത്തുകയാണ്. അത്ര പ്രോബ്ലംസുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മളിവിടെ ഡബിൾ ഫിൽട്രേഷനോട് ക്ലീൻ ചെയ്യുന്നത്. ഡബിൾ ഫിൽറ്റർ എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് തേൻ ചൂടാക്കാൻ പാടില്ല. ഡയറക്റ്റ് ചൂടാക്കാൻ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 60-70 ഡിഗ്രി തേൻ ചൂടായാൽ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, തേനിലെ എൻസൈംസുകൾ നഷ്ടപ്പെട്ട് തേൻ പോയിസൺ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 2 ലെയറിലൊരു ടാങ്കാണിത്. ഔട്ടർ ലെയറുണ്ട്, ഇന്നർ ലെയറുണ്ട്. ഈ ഔട്ടർ ലെയർ, ഈ തള്ളിക്കിടന്ന ലെയർ ഫുള്ള് വെള്ളമാണ്. വാട്ടർ ജാക്കറ്റ് എന്നാണ് പറയാം. വെള്ളത്തെ നമ്മൾ സ്റ്റീം ചെയ്യും. ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് ഇന്നർ ലെയറിൽ തേൻ ചൂടാക്കുക. അന്നേരം നടുവിൽ ഇതൊരു സ്റ്റെറാണ്. അത് ഫുൾ ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ചൂട് തേൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും. തേൻ ലൂസായി തേനിലെ വേസ്റ്റ് വാക്സ് ഒക്കെ ടോപ്പിലോട്ട് പൊന്തി വരും. കാരണം ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. ഹണിയിലെ വേസ്റ്റ് വാക്സസ് ഒക്കെ ടോപ്പിലാണ് ഉണ്ടാകുക. താഴെ പ്യുവർ തേനായിട്ടാണ്. ഇത് കുറേയൊക്കെ ഉണ്ടെന്ന് മാനുവലായി നമ്മളൊന്ന് കോരിക്കളയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ചേമ്പറിലൂടെയാണ് മാറ്റുമ്പോൾ നടുവിൽ മൈക്രോ ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഒരു ഫിൽറ്ററിലൂടെ കടത്തി വിട്ടാണ് സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി എത്താൻ. ബാലൻസ് തന്നെ എല്ലാ മൈക്രോ വേസ്റ്റസും ഫിൽറ്ററിനകത്ത് സ്റ്റോർ ആവും. സെക്കൻഡ് ചേമ്പറിൽ പ്യുവർ തേൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹണിയുടെ ഫിൽട്രേഷൻ കഴിഞ്ഞ്. എന്നാൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫുഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ തേൻ വിൽക്കണമെങ്കിൽ 20% താഴെ വാട്ടർ കണ്ട് ആക്കിയിരിക്കണം. അപ്പോൾ മഞ്ഞുകാലത്ത്, മഴക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഈ റോ ഹണിയിൽ 25% വെള്ളമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തേൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ലൂസ്, കാരണം നമുക്ക് മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്തിലൊക്കെ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ 20-ന് മേലെ 1% വാട്ടർ കണ്ടന്റ് കൂടിയാലും ആ തേനുകളൊക്കെ ഈസ്റ്റ് കൊണ്ട് പുളിച്ചിട്ടു ഫെർമെൻറ്റേഷൻ നടക്കും.
കുറക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ സഹായത്തിലാണെങ്കിൽ ഡോസിൽ പമ്പ് ചെയ്യിക്കും. എന്നിട്ട് ഫസ്റ്റ് 14 ടവറുടെ ഈ വാക്യൂം ചേമ്പറിലോട്ട് ഡംപ് ചെയ്യും. ഹൈ പ്രഷറിലുള്ള വാക്യൂം ടാങ്കാണ്. ഹൈ പ്രഷറിലൂടെ ഹണി വന്ന് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഹണിയിലെ വാട്ടർ കണ്ടന്റുകൾ ബബിൾസ് രൂപം കൊള്ളും. ആ ബബിൾസിലെ മാത്രം ഹൈ പ്രഷറിലെ വാക്യൂം സക്ക് ചെയ്യും. അത് സെക്കൻഡ് കൂളിൻ്റെ അവിടെ നീരാവിയായി കിടന്ന് വന്ന് 4ാമത്തെ ചെറിയ ചേമ്പറിലെടുക്കുമ്പോൾ തേനിലെ വെള്ളം അവിടെ വേർതിരിക്കാനും പറ്റും. കണ്ടൻസേഷൻ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ മിഷനറിയുടെ മാക്സിമം പ്രോസസ്സിംഗ് കപ്പാസിറ്റി 300 കിലോയാണ്. 300 കിലോ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ 12 ലിറ്റേഴ്സ് വെള്ളമാണ് ഇന്ന് വേർതിരിക്കാം. കാഴ്ചയിൽ നല്ല പച്ചവെള്ളമല്ലേ? 2-3 പേർക്ക് സ്മെല്ല് ചെയ്ത് നോക്കാം. എല്ലാവർക്കും സ്മെല്ല് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്താ സ്മെല്ല് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഹണിയുടെ ചെറിയൊരു സ്മെല്ലാണ്. ഹണി ഫെർമെന്റ് സ്മെല്ലാണ്. അല്ല സ്മെല്ല് വെള്ളപ്പത്തിന്റെ ഒരു സ്മെല്ലുണ്ട്. ആൾക്കോളിക് പ്രതീക്ഷ ചെറിയൊരു സ്മെല്ലാണ്. അപ്പോൾ അതായത് ഈ വെള്ളവും വേസ്റ്റും വാക്സും വേർതിരിച്ചതിന്, അതായത് ആഫ്റ്റർ പ്രോസസ്സിങ് ഇത്ര തിക്കാണ്ടാവാം. കണ്ടില്ലേ? വെള്ളം കുറച്ച് തേന് ഇത്ര കട്ടി ഉണ്ടാവും. എത്ര വെള്ളം എത്രയാ കുറയുന്ന തേന് തിക്നെസ് കൂടാ ചെയ്യാം. ഈ തേന് നമ്മൾ വിളിക്കുക എക്സ്പയറി ഇല്ലാത്ത ആണെന്ന് വിളിക്കുക. പക്ഷെ നമ്മൾ എല്ലാ ബോട്ടിലും എക്സ്പയറി കൊടുത്തിട്ടുണ്ട്. 1.5 years കൊടുത്തിട്ടുണ്ട്. അത് ഫുഡ് സേഫ്റ്റി റൂളാണ് കൊടുക്കണമെന്നുള്ളത്. നമ്മൾ നല്ല ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യാൻ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണെങ്കിൽ 100 വർഷം വെച്ചാലും കേടി വരില്ല. പ്രോസസ്സ് ചെയ്തതിന് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. വീട്ടിൽ നിങ്ങൾ റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി. എന്നാൽ റോ ഹണി ഉണ്ടല്ലോ, പിഴിഞ്ഞെടുത്ത വേസ്റ്റ് വാക്സ് വെള്ളമില്ലാത്തതിന് ലൈഫ് ടൈം ഉണ്ട്. 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെപ്സിയുടെ ഒക്കെ ബോട്ടിൽ ഓപ്പിച്ചമാർ എയർ തള്ളുക. വലിയ തോതിൽ പതയെന്ന് പറയും. തുറക്കുന്ന സമയത്ത് എയറും തള്ളുണ്ടെങ്കിൽ ആ തേൻ നാശിക്കുന്നതാണ് അതിനർത്ഥം. അത് പിന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല, പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ രോഗത്തേക്ക് ബാലൻസിൽ ത്രിദോഷ, വാദം, പിത്തം, കഫം കേട്ടില്ലേ, അതിൻ്റെ ബാലൻസിൽ തെറ്റിക്കും. എന്നിട്ട് വേറെ പല പല രോഗമായിട്ട് മാറും. നോർമലി ഈ ബാലൻസിൽ തെറ്റാതിരിക്കാനാണ് ഹണി നമ്മൾ കഴിക്കേണ്ടത്. അതിനാണ് പ്രോസസ്ഡ് ഹണീനെ നമ്മൾ കഴിക്കണം, സൂക്ഷിക്കണം പറയാനുള്ള കാരണം. പ്രോ ഹണിക്ക് ലൈഫ് ടൈം ഉണ്ട്, അത് പ്രോസസ് ചെയ്ത ലൈഫ് ലോങ് ആണ്. അതാണ് നമ്മൾ വ്യത്യാസം. ഓക്കെ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇത് ഹണി കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് തന്നെ. നമുക്ക് ഓൾ ഇന്ത്യ പുറത്തൊക്കെ നമ്മൾ എക്സ്പോർട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ മിഷൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് ചെറുതാണോ വലുതാണോ? എല്ലാം ഉണ്ട്, ചെറുതും വലുതൊക്കെ. നമുക്ക് ഇന്ന് ലാപ്ടോപ്പ് മാത്രമേ ഞാൻ പറയുന്നത്. മ്യൂസിയത്തിൽ തേനീച്ചയെ കുറിച്ച് പറയുന്നത് ഇന്ന് ലാപ്ടോപ്പ് ഇടുന്ന തേനാണെന്ന് അറിയാം. തേനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി ഫ്രണ്ടിൽ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് ബി പോളൻ ആണ്, പൂമ്പൊടി. 100 ഗ്രാമിന് 28 ഗ്രാമും നാച്ചുറൽ പ്രോട്ടീനാണ്. സൈഡ് എഫക്റ്റോ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത വെജിറ്റബിൾ പ്രോട്ടീൻ, ബെസ്റ്റ് എനർജിയാണ്. പക്ഷേ ആസ്മ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല. അടുത്ത കിട്ടുക റോയൽ ജില്ലിയാണ്. കേട്ടോ റോയൽ ജില്ലി? തേനീച്ചക്കൂട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് റോയൽ ജില്ലി. സാധാ ബീസസ് ബീ ബ്രെഡാണ് ഫുഡ് കഴിക്കുക. പൂമ്പൊടിയും തേനും വെള്ളം കലർന്ന ഫുഡാണ് ബീ ബ്രെഡ്. റാണി ബീയുടെ ഫുഡാണ് ഈ റോയൽ ജില്ലി. റോയൽ ജില്ലി എന്താണെന്ന് വെച്ചാൽ പെൺ തേനീച്ചകൾ അവർ ജനിച്ചത് മുതൽ അവരുടെ ത്രോട്ടിൽ ഹെഡിലൊക്കെ ബീസ് മിൽക്കാണ് പ്രൊഡക്റ്റ് ചെയ്യുന്ന മെൽറ്റായി വരും. തലച്ചോറിൽ നിന്നും ഊർന്നിറങ്ങുന്ന ഒരു ജെല്ലി, അതാണ് റോയൽ ജെല്ലി. വെള്ള അതൊക്കെ അവർ റാണി സെല്ലിലാണ് സ്റ്റോർ ചെയ്യുക. റാണി ബി ഈ ഒരു ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ബീ ബ്രെഡ് കഴിച്ച സാധാ ബീസിലെ ലൈഫിൻ ടൈം പറഞ്ഞാൽ 1.5 മാസം മുതൽ 6 മാസം വരെ ഉള്ളൂ. എന്നാൽ റോയൽ ജെല്ലി കഴിച്ചാൽ റാണി ജീവിക്കുന്നത് 3 മുതൽ 5 വർഷം വരെ ജീവിക്കുന്നുണ്ട്. ബാക്കി ബീസിലെ വെച്ച് നോക്കുന്ന സമയത്ത് റാണിക്ക് നല്ല വലുപ്പമാണ്, നല്ല സൗന്ദര്യമാണ്. അപ്പോൾ ഹണി കളക്ട് ചെയ്യാം, നമ്മൾ സ്മോക്ക് ചെയ്യും. പുകക്കാണെങ്കിൽ പുക ശ്വസിച്ച ബീസിലൊക്കെ മയങ്ങി വീഴും, അല്ലാത്ത ബീസിലൊക്കെ പേടിച്ച് പാറിപ്പോവും. ഇനി അങ്ങനെ പാറാത്ത മയങ്ങാത്ത കളയുണ്ടല്ലോ അവിടെ റാണിയാ. പുകാന്നല്ല, തീ ഇട്ടാലും നമ്മളെ നേരെ പാഞ്ഞു, സ്ട്രെങ്ത് കൂടുതല. ഡെയിലി 2000-ലും കൂട്ടിലും മുട്ടയിടാൻ കഴിവുള്ള റാണിക്കാണ്. അതിനും കാരണം റോയൽ ജില്ലയാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം, രണ്ടാമത് യുവത്വം നിലനിർത്താൻ പറ്റും. നമ്മൾ 50, 60, 70 വയസ്സിൽ യങ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ 60, 70 വയസ്സിൽ റോയൽ ജില്ലി വെച്ച് 30 തിരിച്ചു വരുന്നല്ല പറഞ്ഞു. 30, 35 വയസ്സിൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ 60 വയസ്സിൽ യങ് ആയിരിക്കാം. അത് വിചാരിച്ചിട്ട് 60 വയസ്സിൽ നിരാശപ്പെടേണ്ട. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ഷുഗർ, പ്രഷർ കുറച്ച് ഓർക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടും, മെമ്മറി കൂട്ടും, പ്രത്യുൽപാദനം വർദ്ധിപ്പിക്കും, എനർജി കൂട്ടും, മെൻസ് കൗണ്ട് കൂട്ടാമെന്നല്ല. അതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ സെൽസ് വളരെ നശിപ്പിക്കാതെ കരുപ്പം റോയൽ ജെല്ലി കിട്ടുന്ന ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് ഈ റോയൽ ജെല്ലി. വാക്സിൻ അവിടുന്ന് പരിചയപ്പെട്ട് പ്രപ്പോളിഷ് ബി എന്നാണ് മരത്തിലെ കറകള് പൊടികളൊക്കെ തേനീച്ചകൾ അവരെ സലൈവിൽ അവർ മിക്സ് ചെയ്തെടുത്തേക്കും. കൂടിന് ഹോള് വീണാതൊട്ടിക്കാനും കൂടി ജോയിൻ ചെയ്യിക്കാനും.
പാറപ്പൊത്തിലെ ബിൽഡിങ്ങിന്റെ മേലെ മരത്തിന്റെ കൊമ്പിലേക്ക് പറ്റിപ്പിടിച്ച് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറ്റിപ്പിടിക്കാൻ വേണ്ടി തേനീച്ചകൾ ഉപയോഗിക്കുന്ന ഒരു പശയാണ്. നമുക്കിത് ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ അല്ല, ചൊറിച്ചിൽ യൂസ് ചെയ്യാം, മുറിയിലൊക്കെ വെച്ച് കിട്ടിയ പെട്ടെന്നൊക്കെ മുറിയൊക്കെ ഉണങ്ങും. ലാസ്റ്റ് വൺ എപ്പിടോക്സി ബീവനം, തേനീച്ചനെ കൊണ്ട് കുത്തിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, എപ്പിതെറാപ്പി എന്നാ പറയാം. ഇത് എല്ലാ തേനീച്ചനെ കൊണ്ടും പറ്റൂല, കാരണം പെരുന്തേനീച്ചകൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഡേഞ്ചറസ് ബീസ് ആണ്, കുത്തിക്കാൻ പാടില്ല. ചെറുതേനീച്ച നമ്മളെ കുത്താറില്ല, കടിക്കില്ല. സ്റ്റിംഗ്ലെസ് ബി ആണ് ചെറുതേനീച്ച, സ്റ്റിങ്ങർ ഇല്ല. തേൻ വലിച്ചെടുക്കുന്ന ഹണിസാക്കൊന്നുമില്ല. അതുപോലെ മെല്ലിഫ്ര, സെറാന ഇൻഡിക്ക ഇങ്ങനത്തെ ഫാമിംഗ് പീസസ് നമ്മൾ കുത്തിയാൽ അവിടെ വരെ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ നമ്മുടെ രക്തോട്ടം പ്രോപ്പറാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞരമ്പിലെ ബ്ലോക്ക് ക്ലിയർ ആക്കാം, വെരിക്കോസ് വെയിൻ നല്ലതാണ്. ഇത് പഴയ കാലത്തെ ട്രീറ്റ്മെന്റ് ആണ്, ഇന്ത്യയിൽ ലീഗലി ചെയ്യാൻ പാടില്ല. BP പേഷ്യന്റോ അലർജി പേഷ്യന്റോ ട്രീറ്റ്മെന്റ് ചെയ്യാനേ പാടില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട്, ഇല്ലീഗലായി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാനാണ്. ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. കടി കുറക്കണമെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് പാട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ വെള്ളം, എന്നിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തേന്, ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ, ഒരു പിഞ്ച് നാടൻ മഞ്ഞപ്പൊടി മിക്സ് ചെയ്യാതെ കഴിക്കുക. 1 hour ഒന്നും കഴിക്കരുത്. തടിക്കണമെങ്കിൽ നാടൻ പാലിനകത്ത് തേൻ മിക്സ് ചെയ്യുക. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഇത് പെരുന്തേന്, ഇത് വേറെ തേൻ. അജ്വൈൻ ഇത് വേറെ ടേസ്റ്റ് ആണ്. അയമോദവും പൂ പൂക്കുന്ന പാടങ്ങളിൽ നിന്ന് രാജസ്ഥാനിൽ കളക്ട് ചെയ്യുന്നതിനാണ്. ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ്, ഡയജഷൻ, നമ്മുടെ വയറ് സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും നല്ലതാണ് അയമോദത്തിന്റെ തേൻ. അയമോദം പൂ പൂക്കുന്ന സീസണിൽ ജാർഖണ്ഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണിത്. ജാർഖണ്ഡ് വയനാടൻ ഫോറസ്റ്റ് ആണ് നമ്മുടെ നാടൻ തേന്. ഇത് നമുക്ക് ഇത് മെമ്മറി ബൂസ്റ്റ് ചെയ്യും. ഉന്മേഷമില്ലാത്തവർക്ക് ഉന്മേഷം കിട്ടും. ഈ ഉറക്കില്ലാത്ത ആളുകൾ ഉറക്കിട്ടാൻ നല്ലതാണ്. ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ പിഞ്ച് മഞ്ഞപ്പൊടി. 60 വയസ്സിന്റെ മേൽ കൊളസ്ട്രോൾ, ഷുഗർ ഒന്നും കുഴപ്പമില്ല, വെള്ളത്തിൽ മിക്സ് ചെയ്ത് മസ്റ്റേർഡ്, കടുക് പൂക്കുന്ന സീസണിൽ ഹരിയാന, പഞ്ചാബിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇത് പിന്നെ വെരിക്കോസ്, വെരിക്കോസ്, ആർത്രൈറ്റിസ്, ജോയിന്റ്. രാവിലെ വെറുമ്പായിട്ട് കഴിച്ചു ഒക്കെ ഞാൻ എൻ്റെ നമ്പർ വരും. എപ്പോ വേണമെങ്കിൽ എന്നെ വിളിക്കാം, എൻ്റെ നമ്പർ വരും. കറഞ്ച് ഉങ്ങ് മരുന്ന് കേട്ടിട്ടുണ്ടോ? റോഡ്സിൽ വലിയ തലമുറ ഉങ്ങ് പൂക്കുന്ന സീസണിൽ ബ്യൂട്ടി പർപ്പസ് ആണ്. ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി മാസ്ക്, സോറിയാസിസ് അങ്ങനത്തെ സ്കിൻ സോറിയാസിസ് അങ്ങനത്തെ സ്കിൻ അലർജിക്കാർക്ക് നല്ലതാണ്. ബിഹാറിൽ നിന്നാണ് കളക്ട് ചെയ്യുക. ഇന്ത്യക്ക് ഏറ്റവും മധുരം കൂടുതൽ. ഇത് കുറേ കഴിക്കുന്നു. ഒരു 2 പെഗ് എടുത്ത് ഒരു ദിവസം കഴിച്ചിട്ട് ഇത് ചെറുതാൻ ദേശീയമല്ല, ഇത് ബി വാക്സ് ഉണ്ട്. ഞാൻ കാണിച്ചിരിക്കാം കൊടുക്കാത്തതിന് കാരണം ഞാൻ പറഞ്ഞു. ഇത് കാലിന് മടമ്പ് പൊട്ടുന്നതിന്, ചുണ്ട് പൊട്ടുന്നതിന് ലിബാം. ഡ്രൈ സ്കിന്നിന് ഓൾ ബോഡി തേക്കാം. അൺഡ്രാംസിലെ ബ്ലാക്ക്ലെസ്, അൺഡ്രയിലെ ബ്ലാക്ക്ലെസ്, ആഫ്റ്റർ യൂസ് ചെയ്യാം. ഇനി ആ ചെറുതേം കാണിച്ചിട്ട് അതായത് നമ്മള് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ആണ് ഈ ചെറുതേന്. അതായത് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പിള്ളേർക്ക് ഒരു ടീസ്പൂണ്, 5 വയസ്സ് മേലെ ഒരു ടേബിൾ സ്പൂണ്. കരിഞ്ജീരകത്തിന്റെ ഓയിൽ പിള്ളേർക്ക് 2 മുതൽ 5 വയസ്സ് വരെ ഒരു 2 തുള്ളി, 1 തുള്ളി 2 തുള്ളി കൊടുക്കാം. നമുക്ക് 3 തുള്ളിയും. പ്രഗ്നൻസിലേക്ക് മാത്രം ഈ കരിഞ്ജീരകം യൂസ് ചെയ്യേണ്ട. ഒരു പിഞ്ച് നാടൻ മഞ്ഞപ്പൊടികൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. വൈറൽ ഫീവർ വരില്ല. ആസ്മ, അലർജി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും വരാതിരിക്കാനും കഴിക്കാം. ചെറുതേന്റെ ഒരു 5 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ എത്ര സ്പൂൺ? ഒരു ടേബിൾ സ്പൂൺ തേൻ തന്നെ കഴിക്കാം. അവര് ആക്റ്റീവ് ആണ് ആ സമയം മുതൽ. 5 വയസ്സിന് മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് കഴിക്കേണ്ടത്. ഡെയിലി ഏത് തേനാണെങ്കിലും കഴിക്കേണ്ട അളവ് ഒരു ടേബിൾ സ്പൂൺ തേനാണ്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml ആണോ 10 ml ആണോ? ഒരു ടേബിൾ സ്പൂൺ 22 grams. അതിപ്പോ നമ്മൾ കഴിച്ചില്ലേ, അത് ടീസ്പൂൺ ആണ്. അത് 2 സ്പൂൺ കഴിക്കാം. മഞ്ഞപ്പൊടി ഇതാണ്. ഇത് 3 കൂടി. ഇത് കരിഞ്ജീരകം, ഇതാണ് ഹണി. ഇത് ചേർത്തിട്ട് കഴിച്ചാൽ മഞ്ഞപ്പൊടിയല്ലേ?